ബഹുമാന്യനായ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിലൂടെ പ്രസംഗത്തിലൂടെ ഈ പ്രതിസന്ധി കാലത്തെ മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ എണ്ണി അദ്ദേഹം പറഞ്ഞു. പണ്ട് ടോർച്ചടിച്ചതുപോലെ, പാത്രം കുട്ടിയതുപോലെ എല്ലാം മുറുക്കി കൊടുക്കാനും സ്വർണ്ണം ഇനി വലുതായിട്ട് വാങ്ങിക്കണ്ടെന്നും യാത്ര ചുരുക്കണമെന്നും അടക്കമുള്ള എല്ലാം പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ താഴെ തന്നെ ഒരു വാർത്ത കണ്ടു, അദ്ദേഹം 6 രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുന്ന വാർത്ത. ഞാനത് പറയാനല്ല വന്നത്. ഈ ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോഴും കഴിഞ്ഞ എത്രയോ കാലങ്ങളായി നീറ്റ് എക്സാമിൻ്റെ പേപ്പറുകൾ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ അത് ചോരുകയും പലരും അത് ഉപയോഗിക്കുകയും അത് വെച്ച് കോടിപതികളാകുകയും ചെയ്യുന്ന ലോബികൾ ഉത്തരേന്ത്യയിലുണ്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം തട്ടിപ്പൊത്തി വ്യാജനാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു. ഓരോ സംസ്ഥാനങ്ങളും മര്യാദയ്ക്ക് ഈ പറയുന്ന മെഡിക്കൽ എൻട്രൻസ് എക്സാം നടത്തിക്കൊണ്ടിരുന്നതാണ്. വളരെ സുതാര്യമായി, എഫക്റ്റീവായി ആ സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് പ്രയോജനം കിട്ടത്തക്ക വിധം നടന്നു പോകുമ്പോൾ ഇത് വലിയ ദേശീയതയുടെ ഭാഗമാക്കി മാറ്റി നാഷണൽ ലെവലിൽ എന്തൊക്കെയോ നൽകാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയത് ഇതുപോലെ തട്ടിപ്പിനും മോഷ്ടിക്കാനും കോടികൾ ഉണ്ടാക്കാനുമുള്ള ബ്രോക്കർമാരെ സൃഷ്ടിക്കാനാണോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. അത്ര കെടുകാര്യസ്ഥതയാണ് ഇതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മെയ് 3-ാം തീയതി നടന്ന നീറ്റ് എക്സാം റദ്ദാക്കിയിരിക്കുന്നു. 22 മില്യൺ കുട്ടികളുടെ എഫേർട്ട് സ്വാഹ. വളരെ എളുപ്പമായിരുന്നു, നന്നായി എഴുതി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ചിരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. 1 വർഷത്തെയും 2 വർഷത്തെയും 3 വർഷത്തെയും 4 വർഷത്തെയും ഒക്കെ അധ്വാനമാണ് കെടുകാര്യസ്ഥത കൊണ്ട്, വെറും കെടുകാര്യസ്ഥത കൊണ്ട് ഇത് ആസൂത്രിതമാണോ എന്ന് സംശയിക്കത്തക്ക വിധം കോടികൾ തട്ടുന്ന ലോബികൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് തോന്നത്തക്ക വിധം ഇതിൽ മാൽ പ്രാക്ടീസുകൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പിട്ടിരുന്നു. ആ കുറിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഹേർഡ് ദ ന്യൂസ് ഓഫ് നീറ്റ് 2026 പേപ്പർ ലീക്ക്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വാട്സപ്പിൽ പരീക്ഷയ്ക്ക് 42 മണിക്കൂർ മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിറ്റു. മോർ ദാൻ 22 മില്യൺ കുട്ടികളുടെ ഭാവി അപകടത്തിലായിരിക്കുന്നു. 22 മില്യൺ കുട്ടികളുടെ more than 22 million children read with their eyes burned throughout the year and in one night their future was openly auctioned in the market. ഏതാണ്ട് 22 മില്യൺ കുട്ടികൾ ഇമ വെട്ടാതെ കണ്ണു തുറന്നിരുന്ന് പഠിച്ചതത്രയും ഒരു നിമിഷം കൊണ്ട് ലേലത്തിന് വെച്ചിരിക്കുന്നു. ഇത് ആദ്യത്തെ തവണയല്ല. ദിസ് ഈസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. 89 പേപ്പർ ലീക്സ് ഇൻ 10 years, 48 ടൈംസ് റീ എക്സാമിനേഷൻ. അതായത് 10 വർഷത്തിനിടയിൽ 89 തവണ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. 48 തവണ രണ്ടാമത് പരീക്ഷ നടത്തിയിട്ടുണ്ട്. സെയിം പ്രോമിസസ് എവറി ടൈം ആൻഡ് ദെൻ ദ സെയിം സൈലൻസ്. എല്ലാ പ്രാവശ്യവും ഒരേ തരത്തിൽ വാഗ്ദാനം നൽകും, ഉറപ്പ് നൽകും, പക്ഷേ വീണ്ടും നിശബ്ദമാവും. മോഡിജി, വെൻ യു പേ ദ ബിൽ ഓഫ് ഓൾ യുവർ ഫെയിലുവേഴ്സ് ഓൺ ദ പബ്ലിക്, ദ ഫ്യൂച്ചർ ഓഫ് ചിൽഡ്രൻ ഓഫ് ദി പ്യുവർ ആൾസോ കംസ് ഇൻ ദ സെയിം ബിൽ. നിങ്ങൾ എല്ലാത്തിൻ്റെയും തോൽവിയുടെ ബില്ലുകൾ സമൂഹത്തിന് മുന്നിൽ വെക്കുമ്പോൾ പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൻ്റെ ഇതുപോലെയുള്ള ബില്ലുകളും കൂടി ചേർത്ത് വെക്കണം. ദ ട്രസ്റ്റ് ഓഫ് 22 മില്യൺ ചിൽഡ്രൻ ഈസ് ബ്രോക്കൺ ആൻഡ് ദർ ഈസ് നോ ബിഗർ ത്രെറ്റ് ടു ദ ഡ്രീംസ് ഓഫ് ഇന്ത്യൻ യൂത്ത് ദാൻ മോഡി ഗവൺമെൻറ്. 22 മില്യൺ കുട്ടികളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് തകർത്ത് കളഞ്ഞത്. അവരുടെ വിശ്വാസമാണ് തകർത്ത് കളഞ്ഞത്. ഐ ആം വിത്ത് യൂത്ത് ഓഫ് ഇന്ത്യ. ഞാൻ ഇന്ത്യയുടെ യുവാക്കളോടൊപ്പമാണ്. ദിസ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. ഇത് വളരെ വേദനാകരമായ നിമിഷമാണ്. ഐ നോ, എനിക്കറിയാം. ബട്ട് ദിസ് സിസ്റ്റം വോണ്ട് റിമെയിൻ ലൈക്ക് ദിസ്. ഈ സിസ്റ്റം ഇതുപോലെ തുടരാൻ അനുവദിക്കില്ല. ടുഗദർ വി വിൽ ചേഞ്ച് ഇറ്റ്. നമുക്കൊരുമിച്ച് ഇത് മാറ്റിമറിച്ചേ പറ്റൂ. കുറേ വർഗീയതയും വിദ്വേഷവും വെറുപ്പും ഇടിച്ചു നിരത്തലുമല്ലാതെ 22 മില്യൺ കുട്ടികളുടെ ഭാവി വെച്ച് പന്താടുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഉത്തരവാദിത്തപൂർണമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. ചോദ്യപേപ്പർ ചോർന്നത് രാജസ്ഥാനിൽ നിന്നാണ്. 7 സ്ഥലങ്ങളിലേക്ക് ചോദ്യപേപ്പർ പറന്നത്രേ. അക്കൂട്ടത്തിൽ നമ്മുടെ മനോഹരമായ കേരളവുമുണ്ട്. വാട്സപ്പിലൂടെ 42 മണിക്കൂർ മുമ്പാണ് തുക വാങ്ങി ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും ചോദ്യപേപ്പറുകൾ വിറ്റഴിച്ചത്. ജയ്പൂരിലെ പ്രസ്സിൽ നിന്ന് ചോർന്നതാണെന്നാണ് പറയുന്നത്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്ത് CBI? ഒരുത്തനെയും പിടിക്കില്ല. ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ കോടികൾ കിട്ടുന്ന ഏജൻസികളാവുമ്പോൾ അവിടെ അങ്ങ് അവസാനിക്കും. വേറെ പാർട്ടിയിൽപ്പെട്ട MPയോ അല്ലെങ്കിൽ പാർട്ടിയോ ആണെങ്കിൽ അവരെ ED വിട്ട് റെയ്ഡ് നടത്തി CBIയെ കാണിച്ച് സ്വന്തം പാർട്ടിക്കാരാക്കി വൈറ്റ് വാഷ് ചെയ്തെടുക്കും. അതെ, ഇന്ത്യ വേറൊരു ദിശയിലേക്ക് സഞ്ചരിക്കുകയാണ്. ഒരു സംവിധാനത്തിലും വിശ്വാസമില്ലാത്ത പുതിയൊരു ഇന്ത്യ രൂപം കൊള്ളുന്നു. ഏതായാലും ഈ 22 മില്യൺ കുട്ടികൾ ഇനി വീണ്ടും മറ്റൊരു ദിവസത്തിന് കാത്തിരിക്കണം. സന്തോഷത്തോടെ ഇടവേളകളിലേക്ക് മടങ്ങിയവർ വീണ്ടും പരീക്ഷാ ചൂടിലേക്ക് വരണം. ഇതാരോടാണ് പറയുന്നത്? പരീക്ഷ എഴുതി പഠിച്ചിട്ടുള്ളവർ ഭരിക്കുമ്പോഴല്ലേ
ഈ വിഷയമുള്ളൂ. ഇന്നലെ ഒരു സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി റെയിൻ റെയിൻ ഗോയവേ എന്ന പാട്ട് ശരിയല്ല, അത് ധാർമ്മികമായി ഒട്ടും ചേർന്നതല്ല, റെയിനും റെയിനും ഒന്നും തിരിച്ചു പോകാൻ പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് പാട്ട് മാറ്റാൻ നിൽക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഭരിക്കുന്ന രാജ്യത്ത് എന്ത് മാറാനാണ്? ഒരു കുന്തവും മാറില്ല, അനുഭവിച്ചേ പറ്റൂ. എന്നാൽ ആ അനുഭവത്തിൻ്റെ വേദന മറയ്ക്കാൻ കുറച്ച് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പറഞ്ഞ് വർഗീയ വിദ്വേഷം വമിപ്പിച്ച് അങ്ങനെ സന്തോഷിപ്പിച്ച് ഞരമ്പ് രോഗികളെ ആസ്വദിപ്പിച്ച് മുന്നോട്ട് പോകാം. അതുമാത്രമാണ് സാധ്യമാവുക.